ഹലോ, എല്ലാവർക്കും ബ്രാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് എവിടെയാണെന്നറിയാവോ? എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് എവിടെയാണെന്ന് തോന്നുന്നു? വട്ടക്കായലിൻ്റെ നടുവിലെ പച്ചത്തുരുത്ത് കൈനഗിരി. കായലിനടിയിലെ കരി കുത്തിപ്പൊക്കി കരയാക്കി മാറ്റിയ കുട്ടനാട്ടിലെ ഭംഗിയുള്ളൊരു തുരുത്ത്. കിഴക്കിൻ്റെ വെനീസിൽ മനോഹരമായി എന്നും കൈനഗിരിയുണ്ട്. നമുക്ക് ഈ കൈനഗിരിയുടെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ? ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളാത്തുരുത്തി പാലത്തിലൂടെയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ ഒരു ഗ്രാമമാണ് കൈനഗിരി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ ആദ്യം കാണുന്ന പാലമാണ് പള്ളാത്തുരുത്തി പാലം. പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാലം ഇറങ്ങി ആദ്യത്തെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് കൈനഗിരിയിലേക്ക് പ്രവേശിക്കാനാവുക. കായലിനടിയിലെ കരി കുത്തിപ്പൊക്കി കരയാക്കി മാറ്റിയ കുട്ടനാട്ടിലെ ഭംഗിയുള്ള തുരുത്ത് കൈനഗിരി. വട്ടക്കായലിന് നടുവിൽ ചെറിയ തോടുകളുടെ ഇടയിലാണ് കൈനഗിരിക്കാർ താമസിക്കുന്നത്. വെനീസ് എന്ന് തോന്നും വിധം മനോഹരമായി കൈനഗിരിയുടെ ഒട്ടുമുക്കാൽ ഭാഗവും മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങും. ഇഷ്ടിക വെച്ച് കട്ടിലുയർത്തി അതിന് മുകളിൽ കിടന്നുറങ്ങിയാലും കൈനഗിരിക്കാർ ആ നാട് വിട്ടുപോവില്ല. ആലപ്പുഴയിലെ മറ്റേത് തുരുത്തിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണ് കൈനഗിരി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സിനിമകളിലും നമുക്ക് ഈ തുരുത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ആമേൻ തുടങ്ങിയ ഒട്ടേറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലൂടെയാണ് ഇവിടുത്തെ ചെറിയ തോടുകളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും ഒക്കെ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാനായിട്ടുള്ളത്. കുട്ടനാടിൻ്റെ കിഴക്ക് ഭാഗത്താണ് കൈനഗിരി. പമ്പയാറിൻ്റെ ജലസമൃദ്ധിയാണ് കൈനഗിരിയെ ചെറുദ്വീപാക്കി മാറ്റിയത്. ആറ്റിൻകരയിൽ 4-5 ബോട്ട് ജെട്ടികളുമുണ്ട്. ചക്രം ചവിട്ടി മടക്കപ്പുറത്തേക്ക് വെള്ളമെത്തിച്ചിരുന്ന നാട്ടുകൃഷിയുടെ കാലം കഴിഞ്ഞെങ്കിലും പരമ്പരാഗത കാർഷിക രീതികളെ കൈനഗിരിക്കാർ പൂർണ്ണമായും വിട്ടുകളഞ്ഞിട്ടില്ല. മലയാളികൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കൈനഗിരി. കൈനഗിരി എന്ന പേരിൻ്റെ ഉത്ഭവം 2 വാക്കുകളിൽ നിന്നാണ്. കൈനകൻ, കരി. കൈനഗിരി കണ്ടെത്തിയ വ്യക്തിയാണ് കൈനകൻ. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് കനകൻ്റെ കരി എന്നുള്ളത് ലോപിച്ചാണ് കൈനഗിരി ഉണ്ടായത് എന്നും വിശ്വസിച്ചു പോരുന്നു. കൈനഗിരിയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. നദി, കായൽ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട കേരളത്തിലെ ഒരു ചെറിയ ഹോളണ്ടാണ് കൈനഗിരി. കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് കുട്ടനാട്. 4 പ്രധാന നദികളായ പമ്പ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നു. ജലം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും കുടിവെള്ളക്ഷാമം ഇവിടെ രൂക്ഷമാണ്. ഇവിടെ നിരവധി ചെറിയ ജലാശയങ്ങളും നദികളും കനാലുകളും കുളങ്ങളുമുണ്ട്. പ്രധാനമായും കനാലുകൾക്കും നദീതീരങ്ങൾക്കും സമീപമാണ് ആളുകളൊക്കെ താമസിക്കുന്നത്. പച്ചക്കറിത്തോട്ടങ്ങൾ, ശുദ്ധജല കക്ക വളർത്തൽ, മത്സ്യക്കുളങ്ങൾ, വിളയില്ലാത്ത സീസണുകളിൽ താറാവ് വളർത്തൽ ഇതൊക്കെ മറ്റു ചില വരുമാന മാർഗങ്ങളിൽ പെടുന്നു. കൈനഗിരിക്കാരുടെ പ്രധാന ഗതാഗത മാർഗം എന്ന് പറയുന്നത് ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ മുണ്ടക്കൽ പാലം വന്നതോടുകൂടി ഇതിനൊക്കെ ഒരു അറുതിയായിരിക്കുകയാണ്.
റോഡുകളുടെ പണി പൂർത്തിയായിട്ടില്ലെങ്കിലും അത്യാവശ്യം വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കുട്ടമംഗലത്തേക്കാണ്. ശാന്തവും മനോഹരമായ ഒരു സ്വപ്നലോകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് കുട്ടമംഗലം. ഇവിടെ നിന്ന് നമ്മളൊരു കോൺക്രീറ്റ് റോഡിലേക്കാണ് കയറിയത്. പുതുതായി പണികഴിപ്പിച്ച റോഡാണ്. ചെറിയ റോഡാണെങ്കിലും ഇവിടുത്തുകാർക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. ഇത് കുട്ടമംഗലത്തെ ഒരു സ്കൂളാണ്. നമ്മുടെ നാട്ടിൽ സ്കൂൾ ബസ് പോലെയാണ് ഇവിടുത്തുകാർക്ക് ഈ സ്കൂൾ ബോട്ട്.
ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്തതായി പോകുന്നത് കൈനഗിരിയിലെ ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ്. ടെർമിനലിലേക്കുള്ള വഴിയുടെ മുമ്പിലായി തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ട് വേണം നമുക്ക് പോകാൻ. പോകുന്ന റോഡ് കുറച്ച് മോശമാണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ മനോഹരം തന്നെയാണ്. ഇതാ നമ്മളെ സ്വീകരിക്കാൻ ആളുകൾ നിൽക്കുന്നത് കണ്ടോ? ഇത് വെറുതെ സ്വീകരിക്കുന്നൊന്നുമല്ല കേട്ടോ. ഇവിടെ പേ ആൻഡ് പാർക്കാണ്. ചെറിയ വഴിയായതുകൊണ്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാരുടെ ഒരു വരുമാന മാർഗം കൂടിയാണിത്. ഈ ചെറിയൊരു പാലം കടന്ന് വേണം നമുക്ക് അപ്പുറത്തേക്കെത്താൻ. കായലിൻ്റെ അരികിലെ ഈ ചെറിയ കരിങ്കൽ പാതയിലൂടെ വേണം നമുക്ക് സഞ്ചരിക്കാൻ. ഇതാണ് മീനപ്പള്ളി കായൽ. ഇവിടെയാണ് ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ടെർമിനലിൽ എത്താനായി ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഉണ്ട്. ഈ കാണുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ്. വള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പരമ്പത്തുകൂടി നടക്കാൻ തീരുമാനിച്ചു. കുട്ടികളുമൊക്കെ വരുന്നവരിൽ സൂക്ഷിച്ചു വേണം വരാൻ. പാലങ്ങൾക്കൊന്നും കൈവരിയില്ല. വേലിയേറ്റ സമയമാണെങ്കിൽ ഈ കാണുന്ന കലുങ്കുകളിലൊക്കെയായി വഴുക്കലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വഴിയിലൂടെ പോകുമ്പോൾ പാമ്പുകടി ഏൽക്കുമെന്ന് പേടിച്ചാണ് ഞാൻ പോയത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ടെർമിനൽ. നിരവധി വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണെങ്കിലും അരികിലൊക്കെ കാട് പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ടൂറിസം അധികൃതർ ഇവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് വിനോദസഞ്ചാരികൾ വരാനിടയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ടൂറിസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഈ ടെർമിനൽ മീനപ്പള്ളി കായലിൻ്റെ നടുഭാഗം വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഏകദേശം 45 മീറ്റർ വരെ കോൺക്രീറ്റ് പാലവും 10 മീറ്റർ ദൂരത്തിൽ ഫ്ലോട്ടിംഗ് പാലവുമാണ് ഈ ടെർമിനൽ.
ഈ സ്ഥലം കുഞ്ചാക്കോ ബോബൻ്റെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലുള്ളതാണ്. ഇനി അങ്ങോട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അവിടെ ഒരുപാട് കച്ചവടക്കാരുമുണ്ട്. ടെർമിനലിൻ്റെ സൈഡിലായി സ്പീഡ് ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും കെട്ടിയിട്ടേക്കുന്നതായി കാണാൻ പറ്റും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സൈഡിലായി ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. കളിപ്പാട്ടങ്ങളും ഉപ്പിലിട്ടതും ഫുൾ ജാർ സോഡ ഉൾപ്പെടെ അങ്ങനെ ഒട്ടേറെ സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ ലൊക്കേഷനിലേക്ക് ഇവിടെ നിന്ന് ചെറിയ വള്ളങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ കിട്ടുന്ന ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കൈനഗിരിയുടെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ.